യൂഷ്വലി കേട്ടുവരുന്ന ഒരു ടേമാണ് ടോക്സിസിറ്റി. ഒരു ഇമോഷണൽ നെഗ്ലെക്റ്റ്, അത് ടോക്സിസിറ്റി അല്ലേ? ഇമോഷണൽ നെഗ്ലെക്ട് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ടോക്സിസിറ്റി. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ പാർട്ട്ണറിനെ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റീവ് ആണ്. ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ തന്നെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് ചില ആൾക്കാര് വഴക്കുണ്ടാക്കുമ്പോൾ മാത്രം അങ്ങനെ കാണിക്കുന്നവരുണ്ട്. ചില ആൾക്കാര് ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും ഒരു ടൈമില്, പിന്നെ അതങ്ങ് കുറയും, വീണ്ടും അത് അറ്റാച്ച്ഡ് ആകും. അതിനെ കുറിച്ച് എന്താണ്? അങ്ങനെ ആകാൻ പാടുണ്ടോ? അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണോ? അതിൽ നമ്മൾ നിൽക്കണോ? നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് അറ്റാച്ച് ചെയ്യുന്ന കുറെ സ്റ്റൈലുകളുണ്ട്. ആൻഡ് ദോസ് സ്റ്റൈൽസ് ആർ ഡിഫൈൻഡ് ബൈ ചൈൽഡ്ഹുഡ് അറ്റാച്ച്മെന്റ്സ്. നമ്മൾ ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്, അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയും, ഡിസ്ഓർഗനൈസ്ഡ് അറ്റാച്ച്മെന്റുകൾ. ഇതെല്ലാം അതായത് ഞാനൊരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ക്ലിങ്ങി നിൽക്കും. ആ വ്യക്തി ഒരു രീതിയിൽ എന്നെ വിട്ടുപോകുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. സോ ഐ ക്ലിങ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റുകൾ. അവോയ്ഡന്റുകൾ എന്ന് വെച്ചാൽ എന്റെ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഡോണ്ട് കം ഇൻ ടു മൈ ഇന്നർ സർക്കിൾ. എന്റെ പാർട്ട്ണർ എന്റെ അടുത്ത് ഡിപ്പെൻഡബിൾ ആയിട്ട് ക്ലിങ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഐ ഓൾവേസ് ടെൻഡ് ടു കീപ് ദം അവേ. അപ്പോൾ ഒരു അവോയ്ഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒപ്പം ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി മറ്റേ പാർട്ട്ണർക്ക് ഇതുപോലെ ഇമോഷണൽ നെഗ്ലെക്റ്റ് ഉണ്ടാവും. എപ്പോഴും ഇതുപോലെ എന്നെ നെഗ്ലെക്റ്റ് ചെയ്യുക, എന്നെ അവോയ്ഡ് ചെയ്യുക. എന്നാൽ ഇടയ്ക്ക് കുറച്ച് നാൾ എന്നെ സ്നേഹിക്കും, പിന്നെ വീണ്ടും എന്നെ അവോയ്ഡ് ചെയ്യും. സോ ദാറ്റ് ഇസ് an avoidant attachment pattern. അപ്പം അങ്ങനത്തെ കേസിൽ ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് പെയിൻഫുൾ. അതുമല്ല എങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലും ഈ അവോയ്ഡൻസ് ഉണ്ടാവാറുണ്ട്. നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ they will avoid you.